ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ മഷ്റൂം 65 ആണ് കേട്ടോ. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബട്ടർ മഷ്റൂം 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അങ്ങനെ ഒരു പാക്കറ്റിൽ ഫുള്ളായിട്ട് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ മഷ്റൂമൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായി കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് ഇതുപോലെ റിമൂവ് ചെയ്യണം. സ്കിന്നിൻ്റെ മേലെ കുറച്ച് ചളി പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് കളയണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്നുകൂടി ഇത് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ ഈ മഷ്റൂമിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. എന്തായാലും വെജിറ്റേറിയനൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ, അല്ലാത്തവർക്കും ഇഷ്ടമാവും. അപ്പം ഞാൻ സ്കിന്നൊക്കെ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്നും കൂടി വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയും സ്കിന്ന് നമുക്കതിൻ്റെ മേലെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മഷ്റൂമൊക്കെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബട്ടർ ഉണ്ടാക്കണം. അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിൻ ഫ്ലോർ വേണം കേട്ടോ, മൈദ. അത് ഞാൻ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്രിസ്പിനെസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പൂണിൽ തന്നെയാണ് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് സ്പൂണിലാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്, മുളക് പൊടി. അപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ 65ൻ്റെ മസാലയാണ് കേട്ടോ. ഞാനിതിന് മുന്നേ ചിക്കൻ 65ൻ്റെ മസാല കാണിച്ചിരുന്നു, അതിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വേണം, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഗാർലിക്കിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ഗാർലിക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗാർലിക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതേപോലെ ഇത് ജിഞ്ചർ പൗഡറാണ്, നമ്മുടെ ചുക്കുപൊടിയാണ്. ചുക്കുപൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഇല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഇത് കളറാണ്, ഒരു പിഞ്ച് കളറ്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനി നമുക്കിതൊന്ന് ലിക്വിഡാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം വേണം. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് മാവ് കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ലെമൺ പെപ്പറാണ്. ഇത് ഉപ്പും പുളിയൊക്കെ കൂടിയിട്ടുള്ള പെപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പോൾ ഞാനിതിലേക്ക് 2 നുള്ളു മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി ഇത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ 2 നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാവൊക്കെ മൊത്തത്തിലായിട്ട് മഷ്റൂമിൻ്റെ മേൽക്ക് വരും.
അപ്പോൾ മഷ്റൂമിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് മാവൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ കളഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഓയിലിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും, കാണാനും നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മഷ്റൂം ബട്ടറിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂട് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ മഷ്റൂം ഇരിക്കുന്നത്, ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഷേപ്പായിട്ട് വന്നിട്ടില്ലേ. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ അരിപ്പ പാത്രത്തിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് മറക്കാതെ തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ എന്തായാലും ഓയിൽ ഉണ്ടാവും. നമ്മൾ ഓയിലാണല്ലോ ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ ഓയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസിൽ ടൊമാറ്റോ ബിരിയാണിയും ചിക്കൻ 65 ആണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണും കേട്ടോ, എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, കളറും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ മഷ്റൂം 65 ആണ്. അപ്പോൾ മഷ്റൂം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, മക്കൾക്കും ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ചിക്കൻ 65ൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബട്ടർ മഷ്റൂം 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. നോക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, മാവൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങളെപ്പോഴും ഇത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, മാവൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ചൂട്ടോടെ കഴിക്കാനിത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ ടിഷ്യൂ ഇട്ട് കൊടുക്കാത്തത് കാരണമാണ് ഇങ്ങനെ ഓയിലായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് മറക്കാതെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.